നീ ഇവിടെ ഊക്ക് വാങ്ങിയേ ഉള്ളൂ. നീ നല്ല രീതിയിൽ ഇവിടെ ഊക്ക് വാങ്ങിച്ചിട്ട് എന്ത് കാണുന്നുണ്ട്? എന്ത് കാണുന്നുണ്ട്? എന്താ പിന്നെ നിന്റെ അടുത്ത് മുട്ടി നിൽക്കാൻ എനിക്ക് പേടിയാ. നീ ആര് ഇവിടത്തെ പെരിയ ആളാ? നീ ഇവിടെ ഒന്നും അല്ല. നിന്റെ അടുത്ത് നിന്നെ എനിക്ക് ഇത്രേ ഉള്ളൂടാ. ഇത് ഞാൻ കാണിച്ചേ ഉള്ളൂ. നിന്റെ കൂടെ ഞാൻ നടന്നിട്ടില്ലടാ. നീയാണ് എന്റെ കൂടെ നടന്നത്. നീയാണ് എന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് കൂട്ടുകൂടാന്ന് ചോദിച്ചത് നീയാണ്. എന്ത് മാന്യത? അത് നിന്റെ ചതി. അത് നിന്റെ ചതി. അത് നിന്റെ ചതി. ഈ ഹൗസിലുള്ള ഒരാളോട് ഈ സമയം വരെയും അത് നിന്റെ മാന്യത അല്ല ഷിജോ. അത് നിന്റെ ഇരട്ടത്താപ്പ്, നിന്റെ ചതിയും. നീ ഇവിടെ ചതിയനാണെന്ന്. ഇന്നലെ ആൾക്കാർ കൊണ്ടുവന്ന് കുത്തി തന്നല്ലോ മുഖത്ത്. നീ ചതിയനായത് കൊണ്ടാണ്. നീ നിലപാടില്ലാത്തവനാണ്. പുറത്തോട്ട് കഴിഞ്ഞാൽ അടിച്ച് കവാലം പിടിച്ചോളാം. നീ പുറത്ത് തൊട്ട് നോക്കടാ. നീ പുറത്ത് തൊട്ടല്ല. ഇടിച്ചിരിക്കും സിജോ. ഞാൻ ഇടിച്ചിരിക്കും. നീ പുറത്ത് തൊട്ട് നോക്കടാ. നീ പുറത്ത് തൊട്ട് നോക്കടാ. എന്റെ പുറത്ത് നീ മക്കൾക്ക് എന്ത് വേണം? ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല. സോറി, സിജോയുടെ അടുത്ത് സോറിയടാ. എന്റെ കയ്യിൽ നിന്ന് പോയതാടാ. ക്ഷമിക്ക്. എനിക്ക് എല്ലായിടത്തും സോറി. എന്റെ കയ്യിൽ നിന്ന് പോയതാ. ക്ഷമിക്ക്. സിജോര അച്ഛനമ്മ, സിജോര കൂട്ടുകാര്, സിജോര അറിയാവുന്ന എല്ലാ ആൾക്കാരുടെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. സിജോയുടെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അച്ഛനൊരു അമ്മ അപ്പ എല്ലായിടത്തും ക്ഷമ ചോദിക്കുന്നു. ഐ എം റിയലി സോറി. എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഞാൻ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഞാൻ ഇതുവരെ ആഗ്രഹം സോറി ചോദിച്ചിട്ടേ എനിക്കറിയാം സോറിയുടെ വാല്യൂ എന്താണ്. ഞാൻ പോണേ. എന്നെ വിട്ടാ മതി. ഞാൻ പോണേ. വീട്ടുകാരെ എന്റെ അടുത്ത് ക്ഷമിക്കണം. അമ്മ അച്ഛനും എല്ലാം എന്റെ അടുത്ത് ക്ഷമിക്കണം. റോക്കി, ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നിങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഇവിടെ തുടരാനാവില്ല. ഇപ്പോൾ തന്നെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ അധികൃതർ നിങ്ങളെ അറിയിക്കും. ഇടതുവശത്ത് കാണുന്ന വാതിലിലൂടെ പുറത്തേക്ക് വരിക. റോക്കി, ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നിങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഇവിടെ തുടരാനാവില്ല. ഇപ്പോൾ തന്നെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ അധികൃതർ നിങ്ങളെ അറിയിക്കും. ഇടതുവശത്ത് കാണുന്ന വാതിലിലൂടെ പുറത്തേക്ക് വരിക.